ശ്രദ്ധിക്കണം. ഒരു ചരിത്രം പറയാൻ പോവാണ്. സൂറത്തുൽ ദാരിയാത്ത് ചരിത്രം. ഖുർആൻ പറഞ്ഞ ഒരു കഥയിലേക്ക് പോവാണ് നമ്മുടെ മനസ്സ്. കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുകറമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാം قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف فبشروه بغلام عليم فأقبلت امرأته في صرة فسكت وجهها وقالت عجوز عقيم قالوا كذلك قال ربك إنه هو الحكيم العليم. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാ. ഭയങ്കര സൽക്കാരപ്രിയനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ മാതൃക പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ അതിഥി വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, ഓ ആ ഡേറ്റിൽ നമ്മൾ കാണൂലല്ലോ എന്ന് പറയും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ഞാനിവിടെ ഉണ്ടാകും എന്ന് പറയുന്ന സൈസാണ്. അള്ളാഹു ആ സ്വഭാവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയാ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്യക്തിയാണ് പ്രവാചകനാണ് ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ എന്തിന് അല്ലാഹു പറയുന്നു? അദ്ദേഹം അത്രമേൽ പ്രധാനമായ വ്യക്തിയാണ്. ഭയങ്കര സംഭവമാണ് ഇബ്രാഹിം നബി. إن إبراهيم كان أمة قانتا لله حنيفا قانتا لله حنيفا ولم يكن من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. അദ്ദേഹം ഒരു സംഭവമാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ. അദ്ദേഹം ഒരു സമുദായമാണ്, ഒരു പ്രസ്ഥാനം. നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, എന്ത് ഇന്ന ആള് ഒരാൾ ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഭവം എന്ന് പറയില്ലേ, അത് പറച്ചിൽ ഖുർആൻ പറഞ്ഞ പറച്ചിലാണ് അത്. കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമാണ്. ആര്? ഒരു സമുദായമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് നമ്മൾ പറയൂലേ, അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആളാരാണ്? ആര്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആളൊരു സംഭവം ഉണ്ടാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിക്കും, നമ്മുടെ 2 ആഘോഷം, ഒന്ന് ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ. എന്തിന് ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നു? ചിന്തിക്കുക. കാരണം ഇബ്രാഹിം നബി ആളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ആരാണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തെ വിട്ടുകൊണ്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് അവൻ പമ്പര വിഡ്ഢിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ വിട്ട് മാറി ചിന്തിക്കുന്നവനാര്? അവൻ വമ്പര വിഡ്ഢിയാണ്. ഖുർആൻ പറയാ സഫിഹ നഫ്സ, സ്വന്തം ശരീരത്തെ തന്നെ വിഡ്ഢിയാക്കിയവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്രാഹിം നബി ആളൊരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ്, ഒരു സമുദായമാണ്. ആ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് ഇതാ മനുഷ്യരുടെ കോലത്തിൽ ഏതാനും ചില മലക്കുകൾ കടന്നു വരികയാണ്. ഭയങ്കര ചരിത്രമാണിത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. ഖുർആൻ പറഞ്ഞൊരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മനുഷ്യന്റെ കോലത്തിലാണ് വരുന്നത്. ടിപ് ടോപ്പായിട്ട് റാഹത്തായ നിലയിൽ വരുന്നു. ആരാ വരുന്നത്? മലക്കുകളാണ്. മലക്കുകൾക്ക് അങ്ങനെ മനുഷ്യന്റെ കോലം രൂപം പ്രാപിക്കാൻ പറ്റുമോ? പറ്റും. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീരി ശഫീഉന റസൂലുള്ളാഹി. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത രൂപത്തിലൊക്കെ മലക്കുകൾ രൂപം പ്രാപിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീർ. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ രൂപം പ്രാപിക്കും പിശാച് ഇബ്ലീസ് എന്ന് ശഫീഉന റസൂലുള്ളാഹി. ഇബ്ലീസ് ഏത് കോലത്തിൽ വരും? പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരും. അപ്പൊ പട്ടിയും പന്നിയും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാരാണ്ട്? പിശാച് തന്നെയാണെന്ന് മനസ്സിലാക്കാം. ആര് പഠിപ്പിച്ചതാ? ഹബീബ് റസൂലുള്ളാഹി.
എന്നാൽ മനുഷ്യന്റെ കോലത്തിൽ ആർക്ക് വരാൻ സാധിക്കും? മലക്കുകൾക്ക് വരാൻ സാധിക്കും. എത്രത്തോളം ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു സർപ്പം വന്ന ചരിത്രം, വലിയ ചരിത്രമാണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. ആ സർപ്പത്തെ അദ്ദേഹത്തിന്റെ ചില ആളുകൾ അതിനെ കൊന്നുകളഞ്ഞു. അവസാനം അവരെ ഹിസാബിടാൻ വേണ്ടി ജിന്നുകൾ കൊണ്ടുപോയെന്നാണ്. ജിന്നുകൾ കോലം മാറി വരാം. എന്തിന്റെ കോലത്തിൽ വരെ? പട്ടിയുടെയും പന്നിയുടെയും കോലം വരെ അവർക്ക് രൂപം പ്രാപിക്കാൻ പറ്റും. സർപ്പത്തിന്റെ കോലത്തിൽ വരും, പാമ്പിന്റെ കോലത്തിൽ വരിക. നമ്മൾ റോഡിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വേഗം തല്ലിക്കൊല്ലാൻ നിൽക്കണ്ട. 3 പ്രാവശ്യം അതിനോട് പോകാൻ പറയണമെന്നാണ്. 3 പ്രാവശ്യം പോകാൻ പറയുക. ബിസ്മി ചൊല്ലിയിട്ട്. ഇവിടെ വീട്ടുകാർ പേടിച്ചിട്ടുണ്ട്, നാട്ടുകാരും ഭയപ്പെട്ടിട്ടുണ്ട്, പൊയ്ക്കോളൂ എന്ന് പറയാം. 3 പ്രാവശ്യം പറഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിലാണ് അതിനെ കൊല്ലേണ്ടത് എന്നാണ് സൂഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം. സൂഫിസം അതാണ്. അല്ലാത്തവർ ചിലപ്പോൾ തല്ലിക്കൊല്ലും, അതല്ല ഈ പറയുന്നത്. സൂഫിസത്തിന്റെ മൈൻഡ് അതാണ്. കാരണം എന്താണ്? സർപ്പത്തിന്റെ കോലത്തിലും രൂപത്തിലും ഒക്കെ ആര് വരാൻ ചാൻസ് ഉണ്ട്? ജിന്ന് വരാൻ ചാൻസ് ഉണ്ട്. നല്ല ജിന്നുകളും വരാൻ ചാൻസ് ഉണ്ട്. യതശക്കലു ബി അശ്കാലിൻ മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖിൻസീരി ശഫീഉനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിനർത്ഥം പണമുണർത്തി വീടിന്റെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പൊ ഉസ്താദ് പറഞ്ഞായിരുന്നു, അയ്യോ പൊന്നുമോനെ പൊയ്ക്കോന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് പാലും തേനും കൊളുത്ത് വളർത്തി അവസാനം കൊത്തു കണ്ട് മരിച്ചിട്ട് ഉമ്മന ഉസ്താദിനെ കൊല്ലാൻ വരണ്ട. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം സൂഫിസത്തിന്റെ രീതി അതാണ്. 3 പ്രാവശ്യം നമ്മൾ പറയുക. അപ്പൊ നല്ല ജിന്നിൽപ്പെട്ടതാണെങ്കിൽ അതിങ്ങനെ എഴഞ്ഞങ്ങ് പോകുമെന്നാണ്. ഭയങ്കര ചരിത്രം അതുമായി ബന്ധപ്പെട്ടത് ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹുവിന്റെ കിസ്സയിലുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം, സർപ്പത്തിനുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയത്തും ഹദീസും അതുമായി ബന്ധപ്പെട്ടത് ഒരുപാടുണ്ട്. അള്ളാഹു പിന്നീട് അത് സംവദിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഏതായിരുന്നാലും ഇതാ മനുഷ്യന്റെ കോലത്തിൽ 2-3-4 മലക്കുകൾ കടന്നു വന്നു. ആരുടെ മുന്നിൽ? ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തോട് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കി. അവരോട് പറഞ്ഞു, നിങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ. സലാമുൻ ഖൗമുൻ മുൻകറൂൻ, ഖുർആൻ ആയത്താണ്. നിങ്ങൾ പരിചയമില്ലല്ലോ. വേഗം അദ്ദേഹം നേരെ പോയി അടുക്കളയിലേക്ക് പോയി നല്ല ഒരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്നു പൊരിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. വിശുദ്ധമായ ഖുർആൻ പറയാൻ നല്ലൊരു മൂരുക്കുട്ടിയെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പൊരിച്ചു കൊണ്ടുവന്ന മൂരിക്കുട്ടിയെ നോക്കിക്കൊണ്ട് അവരനങ്ങാതെ നിന്നു. കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവരാരാണ്? മലക്കുകളാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മലമൂത്ര വിസർജനമില്ല, ഭക്ഷണം കഴിക്കലില്ല. അതുകൊണ്ട് തന്നെ മലക്കുകൾ അനങ്ങാതിരുന്നു. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി ഭയപ്പെട്ടു. എന്താ നിങ്ങൾ കഴിക്കാത്തത് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു കുട്ടിയുടെ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾ വന്നത് ഒരു കുട്ടിയെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഉടനെ തൊട്ടപ്പുറത്ത് മറയിൽ നിന്നതാകുന്ന ഭാര്യയാകുന്ന അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഫസക്കത്ത് വജ്ഹഹ, മുഖത്തിങ്ങനെ കൈകൊണ്ടടിച്ചു. അത് അവരുടെ ഒരു ശൈലിയാണ്, അറബി ശൈലിയാണ്. മുഖത്തടിച്ചിട്ട് പറഞ്ഞു, വക്കാലത്ത് അജൂസുൻ അഖീം, മച്ചിയും മരടിയുമാകുന്ന ഞാൻ എങ്ങനെ ഇനി പ്രസവിക്കും? എനിക്ക് 90-ലധികം പ്രായമായല്ലോ, ഞാൻ ഇനി എങ്ങനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഖാലൂ കദാലിക ഖാല റബ്ബുകി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം. വന്നതാകുന്ന മനുഷ്യരുടെ കോലത്തിലുള്ള മലക്കുകൾ പറഞ്ഞു, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനം അടുത്തിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ഉടനെ തന്നെ പ്രസവിക്കും, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും. ഇബ്രാഹിം നബി പ്രായാധിക്യം ചെന്ന സമയത്താണ് മകനുണ്ടാകുന്നത്. ഈ സംഭവമാണിത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം ഈ മലക്കുകളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നിന്നാണ് മലക്കുകൾ മുഫസ്സിറുകൾ പിടിച്ചത്, അദ്ദേഹത്തിന് ആരുണ്ട്? അഡീഷണൽ ഹെൽപ്പർ ഉണ്ട്. അതാണ് ചിന്തിക്കേണ്ട പാഠം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പരിശുദ്ധമായ ഖുർആൻ ഒരു ജുസുവിന്റെ തുടക്കമാണത്. ഖാല ഫമാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ മാ ഖതുബുകും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ മലക്കുകളെ, നിങ്ങൾ എന്റെ മുന്നിൽ നേരിട്ട് വരാനുള്ള കാരണമെന്താണ്? മാ ഖതുബുകും, നിങ്ങളിപ്പോ ഖിതാബിടാൻ കാരണം എന്താ? നേരിട്ട് വരാനൊരു കാരണമുണ്ട്. നിങ്ങളിപ്പോ മകനെ എനിക്ക് സന്തോഷാർത്ഥം അറിയിക്കണമെങ്കിൽ ഇവിടം വരെ വരണമെന്നൊന്നുമില്ല. അള്ളാഹുവിന് അതെനിക്ക് വഹി ഇട്ടാൽ മതി, ആളെ പറഞ്ഞു വിട്ടാൽ മതി, മലക്കാരെങ്കിലും ഒരാൾ വന്നാൽ മതി, അത് മലക്കിന്റെ കോലത്തിൽ വന്നാലും മതി. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾ വേഷം മാറി വേഷപ്രച്ഛന്നനായി മനുഷ്യന്റെ കോലത്തിൽ ഇവിടെ നേരിട്ട് വരാനുള്ള കാരണം എന്താ? അത് കുട്ടിയുടെ കാര്യം പറയാനൊന്നുമല്ല. മാ ഖുതുബുക്കും അയ്യുഹൽ മുർസലൂൻ, മാ ഖുതുബുക്കും അയ്യുഹൽ മുർസലൂൻ. അല്ലയോ അയക്കപ്പെട്ടതാകുന്ന മലക്കുകളെ, നിങ്ങൾ എന്തിനാണ് എന്റെ നേരിട്ട് വന്നത്? എന്തിനാ വന്നത്? അപ്പൊ അവര് പറഞ്ഞു കൊടുത്തൊരു മറുപടിയുണ്ട്. ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ.
لنرسل عليهم حجارة من طين مسومة عند ربك للمسرفين فأخرجنا من كان فيها من المؤمنين فما وجدنا فيها غير بيت من المسلمين. അല്ലയോ ഇബ്രാഹിം നബിയെ ഞങ്ങൾ നേരിട്ട് വരാനുള്ള കാരണം ഇതാ, നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പറായ ലൂത്ത് നബിയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പർ അല്ലയോ ലൂത്ത് നബി? അദ്ദേഹത്തിന്റെ സമുദായം സ്വവർഗരതിയുടെ ആളുകളാണ്. ആ നാട്ടിലുള്ള ചെറുപ്പക്കാരാകുന്ന മക്കളെ, അതാ നാട്ടിലേതാകുന്ന കിഴവന്മാർ ഇതാ നശിപ്പിക്കുകയാണ്, രതി നിർവേദനം നടത്തുകയാണ്, രതിക്രീഡയ്ക്ക് കൊണ്ടുപോവുകയാണ്. അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇതാ ഞങ്ങൾ അള്ളാഹു നിയോഗിച്ചതാണ്. അനുവാദം വാങ്ങാൻ ഞങ്ങൾ വന്നതാണ്. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അഴീക്കോട് ചട്ടിയിലുള്ള ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വർഗരതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണേ. മക്കളെ ബാംഗ്ലൂരിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളില്ലയോ? ശ്രദ്ധിക്കണേ. ഇന്ന് ഹോസ്റ്റലിൽ കഴിയുന്നതാകുന്ന അധിക പെൺകുട്ടികളും ഇതാ പരസ്പരം പൂരകങ്ങളാ. പാതിരാത്രി സമയമായാൽ ഒന്നിച്ചാണ് കിടപ്പ്, ഒന്നിച്ചാണ് നടത്തം. അവര് ശാരീരിക ബന്ധമാണ്. പരിശുദ്ധ ശറഅ് അംഗീകരിക്കാത്തതാണ്, പരിശുദ്ധ ശരീഅത്തിന് ഘടകവിരുദ്ധമാ. നികാഹു റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സബാ മിൻഹാ നികാഹുർ റജുലി അർറജുല. പുരുഷനുമായി വേഴ്ച നടത്തുന്ന കാലഘട്ടം കണ്ടാൽ, സ്ത്രീകളുമായി വേഴ്ച നടത്തിക്കൊണ്ട് സായൂജ്യമണിയുന്ന കാലഘട്ടം കടന്നു വന്നാൽ, ഇന്ന് ഈ സമുദായത്തിലെ മക്കള് പ്രതിക്കൂട്ടിലല്ലയോ? നഊദു ബില്ലാഹ്. കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് അശ്ലീലമാക്കപ്പെട്ട രംഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രായാധിക്യം ചെന്നതായ ഉപ്പമാരില്ലയോ? സഹോദരങ്ങളില്ലയോ? ലൂത്ത് നബിയുടെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അവർ തമ്മാടികളാണ് നബിയേ, അവർ അക്രമികളാണ് നബിയേ, അവർ പോക്കിരികളാണ് നബിയേ. അവരെ നശിപ്പിക്കാൻ ഞങ്ങളിതാ പോവുകയാണ് നബിയേ. ഇബ്രാഹിം നബിയോട് മലക്കുകൾ പറയുകയാ, ലിനുർസില അലൈഹിം ഹിജാറതൻ മിൻ തീൻ മുസവ്വമതൻ ഇൻദ റബ്ബിക ലിൽമുസ്രിഫീൻ. ആ നാടിനെ നശിപ്പിക്കാൻ പോയാ, തല കീഴായി മറിക്കാൻ പോയാണ്. അവരുടെ തലക്ക് മീതെ ഇതാ തീച്ചൂളകൾ എറിയാൻ പോയാണ്. അവരെ നശിപ്പിക്കാൻ പോയാണ് നബിയേ. ഞങ്ങൾ വന്നത് തങ്ങളോട് അനുവാദം ചോദിക്കാനാണ്. ഇബ്രാഹിം നബിയോട് ആ മലക്കുകൾ പറഞ്ഞു അത്ര, എങ്ങോട്ട് പോവാൻ? ഞങ്ങള് ലൂത്ത് നബിയിലേക്ക് പോവാൻ. അദ്ദേഹത്തിന്റെ സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങളോട് അനുവാദം വാങ്ങണം. കാരണം ലൂത്ത് നബി ആരാ? നിങ്ങളുടെ അഡീഷണൽ ഹെൽപ്പറാണ്. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ ലിനുർസില അലൈഹിം ഹിജാറത്തും മിൻ ദീൻ. സൂറത്തു ദാരിയാത്ത്. ഖാല അല്ലാഹു അസ്സ വജൽ. സുബ്ഹാനഹു വ തആല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് പോലും ആരുണ്ട്? അഡീഷണൽ ഹെൽപ്പർ ഉണ്ട്. ആരാണ്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മനസ്സിലാക്കി? ഇതൊക്കെ ഖുർആൻ ശരിക്ക് വളരെ ഡീപ്പായി പഠിച്ചെങ്കിൽ ഇതൊക്കെ കിട്ടുള്ളൂ. ഇല്ല ഒന്നും അറിയൂല. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണം. ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു അഡീഷണൽ ഹെൽപ്പർ ഉണ്ടോ? ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മറ്റ് രണ്ടുപേരുണ്ട്, അത് നമുക്കറിയാം. ഒന്ന് അദ്ദേഹത്തിന്റെ ഇസ്മായിൽ എന്ന മകനും മറ്റൊന്ന് ഇസ്ഹാഖ് എന്ന മകനും. അങ്ങനെ മൊത്തത്തിൽ 3 അഡീഷണൽ ഹെൽപ്പർമാരുണ്ട്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അടുത്ത പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം.
ഉലുൽ അസ്മിൽപ്പെട്ടവരെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നൂഹ് നബിയെ ചർച്ച ചെയ്തു, അടുത്ത ഇബ്രാഹിം നബിയെ ചർച്ച ചെയ്തു, മൂന്നാമത്തത് ആരാൻ? മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഡീഷണൽ ഹെൽപ്പറെ അങ്ങോട്ട് ചോദിച്ചാവശ്യപ്പെടുകയായിരുന്നു. എനിക്ക് ഇല്ലാതെ പരിപാടി നടക്കത്തില്ല എന്നാ പറഞ്ഞത്. ഇതിന് പോണമെങ്കിൽ അഡീഷണൽ ഹെൽപ്പർ വേണം അല്ലേ? അഖീ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി വലാ ഉകല്ലിമു ഇല്ലാ നഫ്സി വഅഖീ അഖീ ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി. എന്റെ നാവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഫിർഔൻ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാകുന്ന ആ തീക്കട്ട എടുത്ത് വായിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാവിനൊരു ചെറിയ സംസാര ബുദ്ധിമുട്ടുണ്ട് മൂസാ നബിക്ക്. അതുകൊണ്ട് മൂസാ നബി പറഞ്ഞു, എന്റെ നാവിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നല്ല ഫസാഹത്തില്ല, വാക്ക് വലിയ ഒരു ഉച്ചാരണമൊന്നും വരൂല. അതുകൊണ്ട് നല്ല ശബ്ദമാധുര്യത്തിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ആരാ? എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. മൂസാ നബിയുടെ ജ്യേഷ്ഠനാണ് ആര്? ഹാറൂൻ നബി അലൈഹി സ്വലാം. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂനിനെ കൂടി എന്റെ കൂടി അയക്കണം, ഞങ്ങൾ രണ്ടുപേരും പോക്കൊള്ളാം. അങ്ങനെ രണ്ടുപേരും പോവായിരുന്നു. ഖുർആൻ പറഞ്ഞില്ലേ അല്ലേ? ഫഖൂലാ ലഹു ഖൗലൻ ലൈനാ ലഅല്ലഹു യذكറു ഔ യഖ്ശാ. അക്രമിയായ ഫിർഔൻ എന്ന റംസീസ് രണ്ടാമനിലേക്ക് നിങ്ങൾ രണ്ടുപേരും പ്രബോധനത്തിന് പോകണേ. ഫഖൂലാ ലഹു ഖൗലൻ ലൈനാ. നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തോട് മയത്തോടുകൂടി സംസാരിക്കണേ, മയത്തോടുകൂടി പറഞ്ഞു കൊടുക്കണേ ദീനിനെ പറ്റി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അവരെ പറഞ്ഞയച്ച സംഭവം അല്ലാഹു വിവരിക്കുക. എന്തിനു വേണ്ടി? അവർ രണ്ടുപേരും കൂടിയാണ് ആരിലേക്ക് പ്രബോധനത്തിന് പോയത്? മൂസാ നബിയിലേക്ക് പോയത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും രണ്ടാളുകളും കൂടിയാണ് ഫിർഔനും അദ്ദേഹത്തിന്റെ കൂട്ടാളിലേക്കും പോയത്. വളരെ ശ്രദ്ധിക്ക്, രണ്ടാളുകൾ കൂടി ഒരാളിലേക്ക്, ഫിർഔനിലേക്ക്. ഒരാള് ലോകർക്ക് മുഴുവനുമായി അയക്കപ്പെട്ടു, സയ്യിദുനാ റസൂലുള്ളാഹി. അടുത്ത പ്രവാചകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനത്തെ വ്യക്തി അദ്ദേഹമാണ്, മുഹമ്മദ് നബിക്ക് മുമ്പുള്ളതാകുന്ന വ്യക്തി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡീഷണൽ ഹെൽപ്പർ ആരായിരുന്നു? യഹ്യാ നബി അലൈഹിസ്സലാം. ആരാണ്? യഹ്യാ നബി അലൈഹിസ്സലാം. ഇതൊക്കെ ഖുർആനാണ്. ഇതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതാനും ചില ചരിത്രങ്ങൾ പഠിക്കണം. അഡീഷണൽ ഹെൽപ്പർ അല്ലാഹുവിന്റെ റസൂലിന് ഇല്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതിൽ നൂഹ് നബിയെ പറഞ്ഞു. നൂഹ് നബിക്ക് ഉണ്ടായിരുന്നു സാമി ബിൻ നൂഹ് അലൈഹിസ്സലാം, സ്വന്തം മകൻ. ഇബ്രാഹിം നബിക്കുണ്ട് ഇസ്മായിൽ, ഇസ്ഹാഖ്, 2 മക്കൾ. അതോടൊപ്പം ലൂത്ത് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് സ്വന്തം സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം. ഇതൊക്കെ അഡീഷണൽ ഹെൽപ്പർമാരാണ്. കൂടെ സഹായത്തിന് വേണ്ടി, പ്രബോധന ദൗത്യത്തിന് സഹായത്തിന് വേണ്ടിയുണ്ട്. അള്ളാഹിന്റെ റസൂലിന് അതില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. ആര്? യഹ്യാ നബി അലൈഹിസ്സലാം. അത് എവിടെ നിന്ന് മനസ്സിലായി? പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് മനസ്സിലായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? വലിയ പ്രവാചകനാണ്, വലിയ വ്യക്തിത്വമാണ് സയ്യിദുനാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. മറിയം ബീവിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. മറിയം നല്ല പേരാണ്, മാരിയ അതും നല്ല പേരാണ്. എന്താണ് മറിയം എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ് മറിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിക്കവരും ചോദിക്കാറുണ്ട്, സാധാ മറിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറിയം എന്ന് പറഞ്ഞാൽ അത് സുരിയാനി ഭാഷയാണ്. അൽ ആബിദ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൾ, അള്ളാഹുവിനെ വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നവൾ എന്നാണ് അർത്ഥം. അൽ ആബിദ എന്താ അർത്ഥം? അൽ ആബിദ സുരിയാനി ഭാഷയാണിത്. മറിയം. മേരി എന്നുള്ളത് അതിന്റെ വകഭേദമാണ്. മേരി എന്ന് വിളിക്കും ക്രൈസ്തവ സഹോദരങ്ങൾ. മേരി എന്ന് പറയുന്നത് ഏതാണ്? മാരിയ എന്ന പദവുമുണ്ട്, മറിയം എന്ന പേരുമുണ്ട്. ഇതിന്റെയൊക്കെ വകഭേദങ്ങളാണ്. മാരിയത്തുൽ ഖിബ്തിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയുടെ പേരാണ് മാരിയത്തുൽ ഖിബ്തിയ. നല്ല പേരാണ്. മുഖൗഖിസ് രാജാവ് 2 സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു. അതിലൊന്നാണ് മാരിയ, മറ്റൊന്ന് റസീൻ എന്ന പെണ്ണാണ്. മാരിയത്തുൽ ഖിബ്തിയ. ആ പെണ്ണൊരു സാധാരണ പെണ്ണല്ല, വലിയ മഹതിയാണ്. കാരണം ആ പെണ്ണിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന മകനെ കിട്ടിയത്. വളരെ ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കട്ടോ. ശ്രദ്ധ വരട്ടെ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇബ്രാഹിം എന്ന് പറയുന്നതാകുന്ന ഒരു മകൻ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹി സ്വലാം അല്ല, അത് പ്രവാചകരാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകനെ റളിയല്ലാഹു അൻഹു, ഒരു മകനെ അള്ളാഹു സമ്മാനിച്ചു. ആർക്ക്? മുഹമ്മദ് നബിക്ക്. ആരിലൂടെ? മാരിയ എന്ന് പറയുന്ന ഈ ഭാര്യയിലൂടെ. മുഖൗഖിസ് രാജാവ് 2 സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മകനാണ്. നബിക്ക് വിവാഹത്തിലൂടെ കുട്ടികളുണ്ടായത് 2 ആളുകളിലാണ്. ഒന്ന് ഖദീജ ബീവിയിൽ, മറ്റൊന്ന് മാരിയത്തുൽ ഖബിത്തിയിൽ. മനസ്സിലാക്കണം, ഈ 2 പേരിലാണ്. ഒന്ന് ഖദീജ ബീവി, മറ്റൊന്ന് മാരിയ. അതുകൊണ്ട് തന്നെ മാരിയ ബീവി വലിയ മഹദിയാണ്. റസീൻ എന്ന് പറയുന്ന മറ്റൊരു പെണ്ണിനെയും മുഖൗഖിസ് രാജാവ് കൊടുത്തിരുന്നു. ആ സ്ത്രീയെ ആർക്ക് നൽകി? അള്ളാഹുവിന്റെ റസൂൽ. ആർക്ക് കൊടുത്തു? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അത് നമ്മൾ പഠിക്കേണ്ട പാഠം. ആരാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് അള്ളാഹുവിന്റെ റസൂല് ഒരു പെണ്ണിനെ കൊടുത്തത്. സമ്മാനമായി തനിക്ക് കിട്ടിയതാകുന്ന ഒരു അടിമ സ്ത്രീ അള്ളാഹുവിന്റെ റസൂല് റസീൻ എന്ന് പറയുന്ന പെണ്ണിനെ കൊടുത്തത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. ഹസ്സാൻ ഇബ്നു സാബിത്തോ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തതാകുന്ന വ്യക്തിയാണ്, നബി തങ്ങളെ പ്രകീർത്തിക്കുന്ന വ്യക്തിയാണ്. സമ്മാനമായി നബി അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെ പഠിക്കണം, ചരിത്രം പഠിക്കണം നമ്മൾ. മറിയം ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹദിയാണ്, സാധാരണക്കാരിയല്ല, വലിയ വ്യക്തിത്വമാണ്. അവരെ ഹന്നത്ത് ബീവി പ്രസവിച്ചിട്ട സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു ചരിത്രമാണിത്. ഹന്നത്ത് ബീവി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വയറ്റിലിട്ട സന്ദർഭത്തിൽ അവർ നേർച്ചയാക്കിയിരുന്നു. കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കി. കുട്ടി പ്രസവിക്കപ്പെട്ടപ്പോൾ അത് കുട്ടി പെണ്ണായി പോയി. പക്ഷേ നേർച്ച വിടാൻ വേണ്ടി അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ പറഞ്ഞയച്ചു. അന്ന് അവരുടെ ചീഫ് ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട സക്കരിയ റളിയല്ലാഹു അൻഹു, സക്കരിയ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇവരുടെ നേതൃത്വം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, ഇവരുടെ പരിപാലനം ഞാൻ ഏറ്റെടുത്തുകൊടുത്തോളാം. കാരണം എന്റെ പെങ്ങളുടെ മകളാണ് ആര്? മറിയം ബീവി. എന്റെ പെങ്ങളാരാണ്? ഹന്നത്ത് ബീവി, മറിയം ബീവിയുടെ ഉമ്മയാണ്. മറിയം ബീവിയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും പേരെന്താ? ഇമ്രാൻ, അതുപോലെ തന്നെ ഹന്നത്ത്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ സാന്ദർഭ്യം വേണ്ടി ഓടിച്ചങ്ങ് പോവാൻ, ഒരുപാട് കാര്യങ്ങൾ അതുമായി പറയേണ്ടി വരും. ഹന്നത്ത് ബീവി അതുപോലെ തന്നെ ഇമ്രാൻ, ഹന്നത്ത് ഇമ്രാൻ ദമ്പതികൾക്കാണ് ആരുണ്ടായത്? മറിയം ബീവി ഉണ്ടായത്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നേർച്ചയാക്കിയതാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി. പക്ഷേ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? പെണ്ണായി പോയി. പക്ഷെ നേർച്ച ഒരു വീട്ടി പള്ളിയിലേക്ക് വേണ്ടി പറഞ്ഞയച്ചു, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ ഈ കുട്ടിയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് സക്കരിയ നബി അലൈഹിസ്സലാം ആകുന്ന മാമ ഇറങ്ങി വന്നു. മാമ അവിടുത്തെ ഇമാമുമാണ്. മാമ എന്നല്ലേ നമ്മൾ പറയാ, അല്ലേ? മാമ ഇറങ്ങി വന്നു. വടക്കാണെങ്കിൽ അമ്മാവൻ എന്നാണ് പറയാ. അദ്ദേഹം ഇറങ്ങി വന്നു. കൂട്ടത്തിൽ 26 ആളുകളും അദ്ദേഹത്തോടൊപ്പം നടന്നു വന്നു. തഫ്സീർ ജലാലൈനി വരെ ഈ ചരിത്രം പറയുന്നുണ്ട്. അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കും വേണം പെണ്ണിനെ നോക്കാൻ, ഞങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പരിപാലനം അവർക്ക് ചെലവും കാര്യങ്ങളും നോക്കാം. മുത്തല്ലിമീങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നവരില്ലേ എന്ന് പറഞ്ഞ പോലെ അവർ ഇറങ്ങി വന്നു, ഞങ്ങളും ചെലവ് കൊടുത്തോളാം, ഇവരെ സംരക്ഷിച്ചുകൊള്ളാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഏറ്റുവന്നപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു പണി ചെയ്യും, ഒരുപാട് ആളുകളായതുകൊണ്ട് നമുക്കൊന്ന് നറുക്കിടാം. എല്ലാവരുടെ കയ്യിലിരിക്കുന്ന പേനയെടുത്ത് യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിയാൻ പറഞ്ഞു. ആരുടെ പേനയാണോ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് തിരിച്ചു കയറി വരുന്നത് അവർക്ക് ഇതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാം. ഭയങ്കര ചരിത്രമാണ് ഖുർആൻ. അയ്യുഹും യക്ഫിലു മറിയം, ആരാണ് മറിയമിന്റെ കഫാലത്തെ ഏറ്റെടുക്കുക? അങ്ങനെ എല്ലാവരും പേന യൂഫ്രട്ടീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരിച്ചു കയറി വന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന മാത്രമാണ് തിരമാല അടിച്ച് കരക്കിട്ടത്. അതുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തേറ്റെടുത്തു? ഈ കുട്ടിയെ സംരക്ഷണം ഏറ്റെടുത്തു, കഫാലത്ത് ഏറ്റെടുത്തു. കുട്ടിക്ക് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്ത് തന്നെ ഒരു മഠം തീർത്തു, ഇബാദത്തിന് വേണ്ടി ഒരു ഭാഗം തീർത്തു കൊടുത്തു, ഒരു മെഹ്റാബ് ഇട്ട് കൊടുത്തു. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധക്കളം എന്നാണ്. യുദ്ധക്കളം നമ്മുടെ പള്ളിയിൽ നമ്മൾ പറയില്ല മെഹ്റാബിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മെഹ്റാബിലാണ് ഉസ്താദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ആ റൗണ്ടിലുള്ള സംഭവത്തിന്, അതിനാണ് നിസ്കരിക്കുന്ന സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് മെഹ്റാബ്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധക്കളം എന്നാണ്. മിഫ്ആൽ വസിനാൻ മെഹ്റാബ്. എന്താണ് സംഭവം? യുദ്ധക്കളം തന്നെയാണ്. സ്വന്തം ശരീരത്തോടും അള്ളാഹു ഒഴികെയുള്ളതാകുന്ന മറ്റു വസ്തുക്കളെ മുഴുവനും മാറ്റി നിർത്തി അവരോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മാത്രമായി തന്റെ മനസ്സിനെ സമർപ്പണം ചെയ്യുക. അതാണ് മെഹ്റാബ്. മനസ്സിലായില്ലേ? യുദ്ധക്കളം അതാണ്. പിശാചിനെ ഓടിക്കുന്നു, സ്വന്തം ശരീരത്തിന്റെ ദേഹേച്ഛകളെ മുഴുവനും മാറ്റി നിർത്തുന്നു. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കുടുംബാദികൾ, അവന്റെ സർവ്വതും മാറ്റിവെച്ചുകൊണ്ട് കച്ചവടമെല്ലാം മാറ്റിവെച്ച് റബ്ബിലേക്ക് മാത്രമായിട്ട് തിരിയുക. മറ്റുള്ളതിനോടൊക്കെ യുദ്ധം ചെയ്ത് റബ്ബിലേക്ക് മാത്രമായി അവന്റെ മനസ്സിനെ തിരിക്കുക. ഇതാണ് മെഹ്റാബ്. അങ്ങനെ ഒരു മെഹ്റാബിന് ആർക്ക് പണിതു കൊടുത്തു? ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് വേണ്ടി മാമയാകുന്ന സക്കരിയ നബി അലൈഹി സ്വലാം പണിതു കൊടുത്തു. ആ മെഹ്റാബിലേക്ക് എപ്പോൾ കടന്നു ചെന്നാലും
മെഹ്റാബിലേക്ക് എപ്പോഴും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നാലും അപ്പോഴെല്ലാം മറിയം ബീവിയുടെ കയ്യിൽ നല്ല ഫ്രൂട്ട്സ് ഇരിക്കാൻ, നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ ഖുർആൻ പറയുന്ന ചരിത്ര രസകരമായ ചരിത്രമാണ്. സൂറത്ത് മറിയമൊക്കെ നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഭയങ്കര സംഭവം. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന പെങ്ങളുടെ മകൾക്ക് വേണ്ടി പണിതു കൊടുത്തതാകുന്ന മെഹ്റാബിലേക്ക് എപ്പോൾ പ്രവേശിച്ചാൽ തന്നെയും അതിഉഷ്ണമാകുന്ന കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായ്കനികൾ ഇതാ ശൈത്യകാലത്ത് കാണുകയാണ്. ചൂട് കാലഘട്ടത്തിൽ മാത്രം കായ്ക്കുന്ന ഫലമാണത്. പക്ഷേ നല്ല തണുപ്പുള്ള സീസണിലും ആരുടെ കയ്യിലുണ്ട്? മറിയമ്പിയുടെ കയ്യിലുണ്ട്. നല്ല തണുപ്പുള്ള സീസണിൽ മാത്രം കായ്ക്കുന്നതാകുന്ന ഫലവർഗ്ഗങ്ങളാണ് ചൂട് സമയത്ത് കയറി ചെന്നാലും മറിയമ്പിയുടെ കയ്യിലുണ്ട്. ഇതെന്താ സംഭവം? ആ സമയത്ത് അവിടെ ഒന്നുമില്ല, ആ നാട്ടിലൊന്നും കിട്ടാത്ത ഈ പെണ്ണാണെങ്കിൽ ഈ റൂം വിട്ട് പുറത്തു പോയിട്ടുമില്ല. ഇതാർക്കറിയാം? ബഹുമാനപ്പെട്ട സക്കരിയ നബിക്കറിയാം മറിയം ബീവിയുടെ സംഭവമാണ്. മറിയം ബീവി നിസ്സാരമല്ല. അതുകൊണ്ടല്ലേ പ്രസവത്തിന്റെ സമയത്ത് കെട്ടിയവൻ എന്താണ് ചെയ്യേണ്ടത് ഉലമാക്കളോട് ചോദിച്ചപ്പോ പണ്ഡിതന്മാർ പറഞ്ഞത് കെട്ടിയവന്മാര് ഖുർആൻ എടുത്തോത് സൂറത്ത് മറിയം ഓതെന്ന് പറഞ്ഞത്. സൂറത്ത് മറിയം ഓതാൻ വേറെ എത്രയോ സൂറത്തുകളുണ്ട്. പക്ഷെ സൂറത്ത് മറിയം, ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവ സമയത്ത് അവൾ ഇരുന്നുകൊണ്ട് അലമുറയിടുമ്പോ ഭർത്താവ് ഇരുന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് സൂറത്ത് മറിയം ഓതിയാൽ സുഖപ്രസവമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പൊങ്കവരുടെ വലത് കൈയിലേക്ക് എന്റെ കൈയൊന്നടിച്ചതിന് ശേഷം ബൈഅത്ത് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് വരെ എന്റെ വലത് കൈ കൊണ്ട് എന്റെ ജനനേന്ദ്രിയത്തിൽ തൊട്ടിട്ടില്ല. ആ പ്രവാചകരുടെ കൈയോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. ഇജ്ലാലം വ തഅലീമാ ബിയദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയോടുള്ള എന്റേതാകുന്ന താല്പര്യമാണ്, എന്റെ സ്നേഹമാണ്, ബഹുമാനമാണ്. അത് കാരണമായിട്ട് എന്നെ വലത് കൈ പ്രകാശിക്കുകയാണെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ബൈഅത്ത്? ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക മുഹമ്മദർ റസൂലുള്ളാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും തങ്ങള് മുഹമ്മദ് നബിയാണ്, അവിടുത്തെ പ്രവാചകരാണ്, അവിടുത്തെ അബുദാണ്. ഞാനിതാ സാക്ഷ്യം വെക്കുന്നു. അലയ്യ ബിസ്സമഇ വത്വാഅ, അലയ്യ ബിസ്സമഇ വത്വാഅ, നിങ്ങൾ അനുസരിക്കാൻ, നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാൻ ഞാനിതാ തയ്യാറാണ്. ഇതിത്രയും നേരമേ ബൈഅത്തുള്ളൂ, അഥവാ 10 സെക്കൻഡ് മാത്രമാണ് നബിയുടെ കയ്യിൽ അടിച്ച് ബൈഅത്ത് ചെയ്യുന്നത്. ആ 10 സെക്കൻഡ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകളിലേക്ക് എന്റെ കൈയൊന്ന് തട്ടിയത് കൊണ്ട് ഇതാ എന്റെ കൈ പ്രകാശിക്കുകയാണ്. കഴിക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, സിനിമാ താരങ്ങളെയും സിനിമാ നടിമാരെയും ഹൃദയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ, എത്രയോ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെവികളിൽ, എത്രയോ പാവപ്പെട്ട സഹോദരന്റെ കാതുകളിൽ ഇതാ മുഴങ്ങി കേൾക്കുന്നത് അശ്ലീലതയാണ്, സിനിമാ പാട്ടുകളാണ്. എത്രയോ സഹോദരങ്ങളുടെ മൊബൈൽ ഫോണിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമകളാണ്, സിനിമാ പാട്ടുകളാണ്. പാതിരാത്രി സമയത്തുറക്കമൊഴിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതിന് പകരം, ഖുർആൻ കേൾക്കേണ്ടതിന് പകരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേൾക്കുന്നവരില്ലയോ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നവരില്ലയോ, അശ്ലീലമാക്കപ്പെട്ട സിനിമകളും ഗാനങ്ങളും കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? എത്രയോ മോശപ്പെട്ട പ്രവണതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ
വഅൻതാലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണേ മുസ്ലിമേ, കേൾക്കാൻ തയ്യാറാവണേ പെങ്ങളെ. ഖുർആൻ കേൾക്കുന്നവരുണ്ടോ, ഖുർആൻ ഓതുന്നവരുണ്ടോ, അവർക്ക് ഭൗതികവും ആത്മീയവുമാകുന്ന ലോകത്ത് രക്ഷയാണ്, രക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബിതങ്ങളെ കുറിച്ചുള്ളതായ മദ്ഹ് കീർത്തനങ്ങൾ കേൾക്കാൻ ഇന്ന് കാതുകളില്ല, ചൊല്ലാൻ ഇന്ന് നാവങ്ങളില്ല, പ്രവാചകരെ മദ്ഹ് ചെയ്യാൻ ഇന്ന് നാവുകളില്ല. നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ അശക്തമാക്കിയതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കണ്ടയോ മുസ്ലിമേ, പ്രകീർത്തിക്കണ്ടയോ? ലോകത്തിന്റെ നായകനാരാണ്? നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്മേൽ പ്രകാശമാണ്. ആയിഷാ ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ വസ്ത്രം നെയ്തുകൊണ്ടിരിക്കുമ്പോ എൻ്റെ കയ്യിൽ നിന്ന് സൂചി നിലത്ത് പോവുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയാണ്. കൂരിരുട്ടാണ് എൻ്റെ റൂം, ചെറിയ വീടാണ്. ഇന്നത്തെ പോലെ ലൈറ്റുകളില്ല, ഇന്നത്തെ പോലെ ബൾബുകളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. കരണ്ട് വെളിച്ചത്തിൽ ഞാൻ എൻ്റെ റൂമിൽ കിടന്നുകൊണ്ട് തപ്പുകയാണ്, തിരയുകയാണ്, എൻ്റെ സൂചി തിരയുകയാണ്. ഫദഖല അലയ്യ റസൂലുള്ളാഹ്, ഹബീബായ നബിതങ്ങൾ അതാ കടന്നു വരുകയാണ്, കടന്നു വരുകയാണ്. നബിതങ്ങളുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പറയുന്നത് സഹോദരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയല്ലയോ, ആയിഷാ ബീവി അല്ലയോ? നബിയുടെ മുഖത്ത് നിന്ന് പ്രകാശമടിക്കുകയാണ്. ആ പ്രകാശത്താൽ, പ്രകാശത്തിന്റെ ശോണിമയാൽ നബിതങ്ങൾ അതാ കടന്നു വന്നപ്പോ എന്റെ റൂമിന്റെ നിലത്ത് കിടന്നുകൊണ്ട് തിരയുന്ന സൂചി എനിക്ക് നല്ലതുപോലെ കാണാൻ സാധിച്ചുവെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാ. ആ പ്രവാചകർ ഒരു സാധാരണ വ്യക്തിത്വമാണോ? നൂറുൻ അലാ നൂർ, പ്രകാശമാണ്, പ്രകാശമാണ്. ആ പ്രവാചകന്റെ എന്റെ വലത് കൈയിലേക്കൊന്ന് 10 സെക്കൻഡ് വെച്ചപ്പോ ഇതാ എന്റെ കൈതാ പ്രകാശിക്കുകയാണ്, ബൾബ് പ്രകാശിക്കുന്നത് പോലെയെന്ന് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അൽ ഇസാബ എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കയ്യിലേക്ക് ഒരു 10 മിനിറ്റ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. കഴിഞ്ഞു. അടുത്ത സ്വഹാബി വീണ്ടും വെക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയ ബിസ്സംഇ വതആ. ഇതാണ് എന്ത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാതെ കെട്ടിപ്പിടിച്ച് 10-15 മിനിറ്റ് അങ്ങനെ നിൽക്കാന്നല്ല. അത്രേ ഉള്ളൂ. പക്ഷെ ഈ കൈയടിക്കലോടുകൂടി ഞാൻ പിന്നീട് ഒരു കാര്യം ശ്രദ്ധിച്ചു. നബിയുടെ കൈ വെച്ച കൈയല്ലേ, ഞാൻ പിന്നീട് ഇന്ന് വരെ എന്റെ ജനനേന്ദ്രിയത്തിൽ ഈ വലത് കൈ കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഒരു സൂക്ഷ്മതയാണ്. സൂക്ഷ്മത അങ്ങനെ സൂക്ഷിച്ചതിന്റെ പേരിൽ എന്ത് പറ്റി? അതിന്റെ പ്രകാശം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കൈ ഇങ്ങനെ പ്രകാശിക്കുക. രാത്രി വഴി കൂടെ പോകുമ്പോ ട്യൂബ് ലൈറ്റ് കൈ. നിങ്ങൾക്ക് ആശങ്ക തോന്നുന്നുണ്ടോ? ആശങ്കയുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ആരാൻ? നവവി ഇമാം ആരാൻ? നബി തങ്ങളെ മഹബത്ത് വെച്ച വ്യക്തി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹം കിതാബ് രചിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിളക്കണഞ്ഞു പോയി, വിളക്ക് പെട്ടെന്നണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ വെച്ചു എന്നാണ്. വിരൽ ഉടനെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളിലുണ്ട്, നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റാഫി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞു പോയി. ഉടനെ അദ്ദേഹത്തിന് തൊട്ടടുത്തുള്ളതാകുന്ന മരങ്ങൾ, അതിന്റെ ശിഖരങ്ങൾ ഇതാ ഈ നിൽക്കുന്ന വൃക്ഷം പോലെ വന്നിട്ട് ശിഖരങ്ങൾ ഇങ്ങനെ വന്ന് താന്നു കൊടുത്തു. എന്നിട്ട് ആ ശിഖരങ്ങൾ മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്താൽ ഞാൻ കിതാബ് എഴുതി പൂർത്തീകരിച്ചു. ഇമാം റാഫി റളിയല്ലാഹു അൻഹു. ഇവർക്കൊക്കെ എവിടുന്നാ പ്രകാശം കിട്ടിയത്? മുഹമ്മദ് നബിയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ ലൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ പ്രകാശം നിൽക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ആകുമ്പോൾ വീട്ടിലെന്ന് വേണ്ട, സോളാറൊന്നും വേണ്ട, വഴിയില്ല, നമ്മുടെ കൈമതി. നമ്മൾ നബിയിലേക്ക് അങ്ങ് അടുക്കണം, ലയിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്തിലൂടെ എടുക്കണം, ദിക്റിലൂടെ എടുക്കണം, നബിതങ്ങളുടെ തിരുസുന്നത്തുകൾ എടുക്കണം. എത്ര സുന്നത്ത് എടുക്കാൻ കഴിയും നമുക്ക്? തലയിൽ തൊപ്പി വെക്കുന്ന എത്ര ആളുകളുണ്ട്? വലിയ മടിയാണ് മിക്കവർക്കും, വലിയ മടിയാണ്. നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും നമുക്ക് മടിയാണ്, അല്ലേ?
താടി ഒന്ന് വെക്കാൻ മടിയാ. സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഏതൊക്കെ കോലങ്ങൾ കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യും. നടന്മാരാരോ താടി വെച്ചപ്പോൾ ചെറുപ്പക്കാരൊക്കെ താടി വെച്ചു. ഇപ്പൊ ഏതോ ഒരു നടൻ വടിച്ച് കണ്ണാടിയിട്ട് കിടപ്പുണ്ട്. അപ്പൊ പിള്ളേരൊക്കെ എന്തായി വടിച്ച് കണ്ണാടിയിട്ട് കിടക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ പോയി നമ്മുടെ സമൂഹം? അത് സുന്നത്തുകൾ, നബിയുടെ സുന്നത്തെടുക്കാൻ മടി, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നബിയുടെ സുന്നത്തെടുക്കാൻ പറയുമ്പോൾ ഉസ്താദെ താടി വെച്ച എനിക്ക് ചൊറി ഉസ്താദ് എന്നാ പറയുന്നത്. സിനിമാ നടന്മാർ വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അപ്പോൾ അവന് ഉടനെ തന്നെ ഉപ്പിൻ പറ്റും. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ സീരിയൽ നടിമാരുടെ വസ്ത്രം, അവരുടെ ആഭരണങ്ങൾ അതേ മോഡൽ തന്നെ പോയി ചോദിച്ചു വാങ്ങി അത് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇസ്ലാമിക വസ്ത്രവിധാരണം പറയുമ്പോൾ ഉടനെ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ വ്യക്തിയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പറെ പോലും അള്ളാഹു വെച്ചിട്ടില്ല. അഡീഷണൽ ഹെൽപ്പർ വേണ്ട ആർക്ക്? ഹബീബ് റസൂലുള്ളാഹി. ലോകത്ത് മറ്റുള്ള എല്ലാവർക്കും അഡീഷണൽ ഹെൽപ്പർമാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രം എണ്ണുകയാണ്. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകർ അത് 5 പേരാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉൾപ്പെടെ. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, അല്ല മദ്രസയിൽ പഠിച്ചതാണ് പണ്ട്, മദ്രസയിൽ പഠിച്ചവര്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, 5 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് 5 പേര്? ഈ 5 പേരും മുഹമ്മദ് നബി ഒഴികെയുള്ള ബാക്കിയുള്ളതാകുന്ന ഉലുൽ അസ്മിൽപ്പെട്ട 4 ആളുകളെയും എടുത്തു പരിശോധിക്കാം. ബാക്കിയുള്ളവരെയൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇവരല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ, മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠതയുള്ള 5 ആളുകൾ. ഈ 5 ആളുകളെ തന്നെ പഠിച്ചാൽ മതി. അതിൽ 4 ആളുകളെ പഠിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്നുള്ളത് പഠിക്കും. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്നെ. നൂഹ് നബിക്ക് അഡീഷണൽ ഹെൽപ്പർ ആയിരുന്നു ആര്? സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ശ്രദ്ധിക്കണം കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പറയുന്നത്. ഇത് മിക്ക ആളുകൾക്കും അറിയാത്തൊരു വസ്തുതയാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. നൂഹ് നബിയുടെ മക്കളെയല്ലേ ഇത് എവിടെ കൊത്തുന്നത്? വെള്ളത്തിൽ മുക്കി കൊന്നത്. പിന്നെ എങ്ങനെയാ അദ്ദേഹം പ്രവാചകനായത്? എന്താ ഉസ്താദ് പറയുന്നത്? അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. നൂഹ് നബിയുടെ മക്കൾ 3 ആളുകളാണ്. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. എത്ര മക്കളായി? 3 പേരായി. ശ്രദ്ധിക്കണം. ഒന്ന് സാമ്, മറ്റൊന്ന് ഹാമ്, മറ്റൊന്ന് യാഫത്ത്. നൂഹ് നബിയുടെ മൂത്ത മകനാണ്. നൂഹ് നബിയുടെ മൂത്ത മകനാണ് ആര്? സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ഉറക്കെ പറയും. സാം അലൈഹിസ്സലാം നൂഹ് നബിയുടെ മകനാണ്. അദ്ദേഹം ആരായിരുന്നു? പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ അഡീഷണൽ ഹെൽപ്പറായിട്ട് അള്ളാഹു നിശ്ചയിച്ചു. ആർക്ക്? നൂഹ് നബിക്ക് തന്നെ അഡീഷണൽ ഹെൽപ്പറാണ് മകൻ. അപ്പൊ ഒരാളെ മാറ്റി നിർത്തി. അടുത്തയാള് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകരെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞിട്ട് കുറെ മദ്ഹ് പറയാനുണ്ട് നബിയുടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, മണി 11 ഇങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇരിക്കാമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. ഇരിക്കൂലേ? ഇരിക്കാമെന്നുള്ളത് കൈ ഉയർത്തിക്ക്. അല്ലാഹു കുടുങ്ങിയോ? ചോദിക്കണ്ടായിരുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുടെ മദ്ഹല്ലേ, കുറച്ചും കൂടെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരാണ് നബി എന്നുള്ളത് ആദ്യം കുറച്ച് മുഖദ്ദിമാണ്. അതിനിടയ്ക്ക് ഒരു ചരിത്രം പറഞ്ഞതാണ്. ഇനിയുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ. അതുമായി നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ അള്ളാഹു പറയാനും കേൾക്കാനും നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ പറയുമ്പോൾ നബിയെ കുറിച്ചുള്ള ഒരു മഹബത്ത് തിങ്ങിയ ഖൽബുമായിട്ട് വേണം പോകാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആരെങ്കിലും സാധാരണക്കാരനാന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്തടിച്ചോണം. ഒന്നും പേടിക്കണ്ട. കാരണം എന്താ? അത്ര ഇഷ്ക് നമ്മൾ ഇവിടുന്ന് ആർജിച്ചു കൊണ്ടുപോകാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അഡീഷണൽ ഹെൽപ്പർ ഇല്ല, ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ട് എന്നുള്ളതിനെ സുബൂത്താക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ ഒന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഡീഷണൽ ഹെൽപ്പർ അദ്ദേഹത്തിന്റെ മകനാകുന്ന സാം ബിൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം.